നള ദമയന്തി, പ്രണയത്തിൻ്റെയും പരീക്ഷണത്തിൻ്റെയും കഥ. നിഷധ രാജ്യത്തെ രാജാവായിരുന്നു നളൻ. അതീവ സുന്ദരിയും വിവേകിയുമായിരുന്നു വിദർഭ രാജകുമാരി ദമയന്തി. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവർ പരസ്പരം പ്രണയിച്ചു. ഒരിക്കൽ നളൻ പിടിച്ച ഒരു സ്വർണഹംസം ദമയന്തിയുടെ അടുക്കിലെത്തി നളന്റെ ഗുണങ്ങൾ വർണ്ണിച്ചു. തിരിച്ചു വന്ന ഹംസം നളനോട് ദമയന്തിയുടെ പ്രണയവും അറിയിച്ചു. ഒരു പക്ഷിയുടെ ചിറകിലേറി വളർന്ന ആ പ്രണയം അതിമനോഹരമായിരുന്നു. ദമയന്തിയുടെ സ്വയംവരത്തിന് ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള 4 ദേവന്മാരെത്തി. അവർ നളന്റെ അതേ രൂപം ധരിച്ചാണ് ഇരുന്നത്. മുന്നിൽ 5 നളന്മാരെ കണ്ട ദമയന്തി ആശയക്കുഴപ്പത്തിലായി. എന്നാൽ ദേവന്മാർക്ക് കണ്ണിമയ്ക്കാത്ത കണ്ണുകളും വാടാത്ത മാലകളും ഉണ്ടാവുമെന്ന തിരിച്ചറിവിൽ നിന്ന് അവൾ യഥാർത്ഥ നളനെ കണ്ടെത്തി വിവാഹം കഴിച്ചു. വിധിയുടെ പരീക്ഷണം. നളന്റെ സന്തോഷത്തിൽ അസൂയ പൂണ്ട കലിപുരുഷൻ നളനെ ചൂതാട്ടത്തിലേക്ക് നയിച്ചു. ചൂതിൽ രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ട നളനും ദമയന്തിയും കാട്ടിലേക്ക് പുറപ്പെട്ടു. കാട്ടിൽ വച്ച് ദമയന്തിക്ക് കൂടുതൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകരുതെന്ന് കരുതി ഉറങ്ങിക്കിടന്ന അവളെയും ഉപേക്ഷിച്ച് നളൻ പോകുന്നു. ആ വേർപാട് ഏതൊരു പ്രേക്ഷകന്റെയും കണ്ണു നിറയ്ക്കുന്നതാണ്. കാട്ടിൽ വെച്ച് കാർക്കോടകൻ എന്ന പാമ്പ് കടിച്ചതോടെ നളന്റെ രൂപം മാറി. അദ്ദേഹം ബാഹുകൻ എന്ന പേരിൽ അയോധ്യയിൽ തേരാളിയായി മാറി. എന്നാൽ തന്റെ പ്രണയിനിയെ കണ്ടെത്താനുള്ള ആഗ്രഹം നളനെ വിട്ടുപോയില്ല. ദമയന്തി രണ്ടാമതൊരു സ്വയംവരം പ്രഖ്യാപിച്ചു. നളൻ അവിടെ എത്തുമെന്ന് അവൾക്കറിയാമായിരുന്നു. അയോധ്യയിലെ രാജാവിനെ തേരിലേറ്റി എത്തിയത് ബാഹുകനായിരുന്നു. ബാഹുകന്റെ പാചക രീതിയും പെരുമാറ്റവും കണ്ട് അത് നളൻ തന്നെയാണെന്ന് ദമയന്തി തിരിച്ചറിഞ്ഞു. ഒടുവിൽ നളൻ തന്റെ പഴയ രൂപം വീണ്ടെടുക്കുകയും അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്തു.